കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തലേനാളിലാണ് നമ്മളിപ്പോൾ ഇവിടെ ചേരുന്നത്. ഇന്ന് ഒരു പത്രസമ്മേളനം എന്ന നിലയിലല്ല, നമ്മുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങളുടെ സപ്പോർട്ട്, ഞങ്ങൾ കൂടെ ഇരിക്കുന്നതേ ഉള്ളൂ. സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള കാര്യങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പോളിംഗിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർണ്ണതയിലെത്തി അതിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഒരു വിലയിരുത്തലും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ഞങ്ങളുടേതായ തെരഞ്ഞെടുപ്പ് മിഷനറി ഉണ്ട്. അത് എല്ലാ വോട്ടർമാരെയും സമീപിച്ച് കൊണ്ട് നടത്തുന്നതാണ്. മുഴുവൻ വോട്ടർമാരെയും നടത്തുന്ന ഒരു ചിട്ടയായ ഒരു പ്രവർത്തനം ഞങ്ങൾക്കുണ്ട്. ഈ പാർലമെന്റ് ഇലക്ഷന്റെ ഭാഗമായിട്ട് 3 തവണ ഞങ്ങൾ വോട്ടർമാരുടെ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നതാണ് വെരിഫിക്കേഷൻ എന്നാണ് അതിന് പറയുന്നത്. വോട്ടർമാരുടെ വെരിഫിക്കേഷൻ 3 തവണയായിട്ട് നടത്തിയിട്ടുണ്ട്. മുഴുവൻ വോട്ടർമാരെയും കണ്ടുകൊണ്ടുള്ള വെരിഫിക്കേഷനാണ്. ആദ്യത്തെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഇതാണ്, ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്നാ പറയുക. വോട്ടർമാരുടെ എല്ലാവരും ആ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള ഒരു വെരിഫിക്കേഷനാണ് ഫസ്റ്റ് വെരിഫിക്കേഷൻ. സെക്കൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ വെരിഫിക്കേഷൻ. തേർഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനൽ വെരിഫിക്കേഷൻ. ഫൈനൽ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോ പൊളിറ്റിക്കൽ വെരിഫിക്കേഷൻ നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായി. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനാർത്ഥികൾ 3 അതിൽ പൊളിറ്റിക്കലായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥി സഖാവ് പന്ന്യൻ രവീന്ദ്രനാണ്. അത് പൊളിറ്റിക്കലായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളിത് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം, ഇപ്പൊ ഒരുപാട് പ്രീ പോൾ സർവേയുടെ കാലമാണ്. ഒരിക്കലും ഇത്രയും ഒരു ഇലക്ഷനിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രീ പോൾ സർവേ നടക്കുന്നുണ്ട്. അതിന്റെ രൂപവും ഭാവവും മാറി, അതിന്റെ സ്വഭാവം മാറി, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യം പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പൊളിറ്റിക്കലായിട്ട് പന്ന്യൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്നത് ഡോക്ടർ ശശി തരൂരായിരുന്നു. 3-ാം സ്ഥാനത്ത് വന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, BJP. ഇതായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ വെരിഫിക്കേഷൻ, പൊളിറ്റിക്കൽ വെരിഫിക്കേഷൻ റിപ്പോർട്ട്. എന്നാൽ 3-ാമത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞല്ലോ. 3-ാമത്തെ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഓരോ കാൻഡിഡേറ്റിനും എത്ര കിട്ടുമെന്നാണ്. ശ്രീ സഖാവ് പന്ന്യൻ രവീന്ദ്രന് എത്ര, ഡോക്ടർ ശശി തരൂരിന് എത്ര, ശ്രീ രാജീവ് ചന്ദ്രശേഖരന് എത്ര, ഇങ്ങനെ ഒരു കൃത്യമായ കണക്കാണ് ഫൈനൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഫൈനൽ വെരിഫിക്കേഷനിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്, അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൽ ഞങ്ങൾ കാണാൻ സാധിച്ചത്, 1-ാം സ്ഥാനത്ത് പന്ന്യൻ രവീന്ദ്രൻ കുറെ കൂടെ മുന്നിലേക്ക് വന്നു. 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഡോക്ടർ ശശി തരൂരിന്റെ കാര്യത്തിൽ വലിയ ചോർച്ച അദ്ദേഹത്തിനെ ഞങ്ങൾ കണ്ടിരുന്നതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ തേർഡ് വെരിഫിക്കേഷൻ ഞങ്ങൾ നടത്തുമ്പോൾ ക്ലിയർ പിക്ചർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു 15-ന് ശേഷമുള്ളതാണ് തേർഡ് ഫൈനൽ വെരിഫിക്കേഷൻ. ആ പിക്ചർ എന്ന് പറയുന്നത് ശശി തരൂരിന്റെ വോട്ടിൽ വലിയ ചോർച്ചയും പല രൂപത്തിലാണ്. കുറെ ചോർച്ച അല്ലെങ്കിൽ കുറെ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തത് ഇതിലേക്കാണ്, BJPയിലേക്കാണ്. കുറെ വോട്ട് LDFയിലേക്കാണ്, കുറെ വോട്ട് അല്ലാതെയാണ്. ഇങ്ങനെയൊക്കെയുള്ള മാറ്റം വന്നു. അപ്പൊ ഞങ്ങളത് ഒരു കൺക്ലൂഷൻ എത്തിയിട്ടില്ല. ഞങ്ങളുടെ വിലയിരുത്തൽ
തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ന നിലയിൽ കൂടിയുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ. അപ്പോൾ ഒന്നാം സ്ഥാനം പന്ന്യൻ രവീന്ദ്രൻ ഉയർന്നു നിൽക്കുമ്പോൾ അത് പൊളിറ്റിക്കലായിട്ട് മാത്രമല്ല, സ്ഥാനാർത്ഥി എന്ന നിലയിലും വളരെ വളരെ മുന്നിലാണ് അദ്ദേഹം. ഇത്രയധികം ജനപിന്തുണ നേടിയ ഒരു സ്ഥാനാർത്ഥി വേറെയില്ല. സ്വീകാര്യത എന്ന് പറയാം, ഏത് രൂപത്തിലാണെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വളരെ വളരെ മുന്നിലാണ്. രണ്ടാം സ്ഥാനത്തേക്ക് വേണ്ടി രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു ചിത്രമാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കരമായ മത്സരം, ഒരു രാഷ്ട്രീയ പോര് തന്നെ നടക്കുക രണ്ടാം സ്ഥാനത്തിന് വേണ്ടി. ഇതാണ് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ. ഇത് ഞങ്ങൾ വസ്തുതാപരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. എന്നാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു പുതിയ രീതി അല്ലെങ്കിൽ നമുക്ക് അനുഭവമില്ലാത്തൊരു കാര്യം, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് രാഷ്ട്രീയമല്ല എന്ന് ആർക്കും കരുതാനാവില്ല. രാഷ്ട്രീയമാണ്, സ്ഥാനാർത്ഥിക്കുള്ള പ്രത്യേകതയുണ്ട്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പണവും പരസ്യവും വ്യാജ വാർത്തയും വ്യാജ സർവേയും കൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത് മുമ്പൊരിക്കലും കേരളത്തിലുണ്ടായിട്ടില്ല, ഇവിടെയും ഉണ്ടായിട്ടില്ല. പണമാണ്, പരസ്യമാണ്. മുമ്പും ഇതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല. അത് ഡോമിനേറ്റ് ചെയ്യാണ്. പണവും പരസ്യവും വ്യാജ വാർത്തയും വ്യാജ സർവേയും. അത് ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഞാൻ പഴയതൊന്നും പറയുന്നില്ല. ഇന്നലെയാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം. ആ കൊട്ടിക്കലാശം ഇന്നലെ ഇവിടെ നടന്നത്, മണ്ഡലത്തിലാകെ നടന്നു. അതിന്റെ കേന്ദ്രമായിരുന്നു പേരൂർക്കട. നിങ്ങൾ ഇന്നത്തെ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ, പ്രധാനപ്പെട്ട പ്രിന്റ് മീഡിയാസ് നോക്കിയാൽ, ഞാൻ ഒന്നിന്റെ പേര് പറയുന്നില്ല, പറയേണ്ട കാര്യമില്ല, നോക്കിയാൽ അവിടെ കാണിച്ച ചിത്രവും അതിന്റെ വാർത്തയും എന്താണ്? പത്രം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട്, അല്ലെങ്കിൽ അതാണല്ലോ പത്രധർമ്മം എന്ന് പറയുന്നത്. കാണിച്ചത് ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ട്രിവാൻഡ്രം പാർലമെന്റിൽ, ഒന്ന് ശശി തരൂരും മറ്റത് രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥി ഉള്ളതായിട്ട് പോലും ആ പത്രത്തിന്റെ മുഖ പേജിൽ അല്ലെങ്കിൽ അകത്ത് ഉള്ളതായിട്ട് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഞങ്ങൾ നേരത്തെയും ഇത് കണ്ടത് പറഞ്ഞതാണ്. LDFനെ തമസ്കരിക്കുക, പന്ന്യൻ രവീന്ദ്രനെ തമസ്കരിക്കാൻ നോക്കുക. അങ്ങനെ തമസ്കരിച്ചാൽ ഇല്ലാതാകുമോ? പക്ഷേ ഇന്നലെയും ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊരു എന്ത് പത്രധർമ്മം ആണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് നമ്മുടെ രാഷ്ട്രീയത്തെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മലീമസമാക്കുന്ന ഒരു കാഴ്ചയാണ്. അതിന് മാധ്യമങ്ങൾ തന്നെ ഒരു ഉപകരണമായി വരുന്നതിലുള്ള അങ്ങേയറ്റത്തെ ഉത്കണ്ഠയും ദുഃഖവും ഞങ്ങൾക്കുണ്ട്. പണവും പരസ്യവും വ്യാജ വാർത്തയും അതുപോലെ വ്യാജ സർവേയും പ്രീപോൾ സർവേയും കൊണ്ടിതിനെ അട്ടിമറിക്കാൻ ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നു. ഇതിന്റെ കൂടി റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത്. വരാൻ പോകുന്ന റിസൾട്ട് ഞങ്ങൾക്ക് സംശയമില്ല. വിജയം മാത്രമല്ല, ഇതിന്റെ കൂടി ഒരു പ്രതികരണം ഈ റിസൾട്ടിലുണ്ടാകും. വലിയ രൂപത്തിൽ തന്നെ അത് പ്രകടിപ്പിക്കും. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ LDFന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ വിജയമുണ്ടാകുമെന്ന കാര്യം ആമുഖമായിട്ട് ഞാനിത് പറയുന്നത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ന നിലയിലുള്ള ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ വെച്ചുകൊണ്ടുള്ള ആമുഖമായിട്ടുള്ള കാര്യമാണ്. ശ്രീ സഖാവ് പന്ന്യൻ രവീന്ദ്രനാണ് നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഒരു പത്രസമ്മേളനം എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി എന്നതൊരു സത്യ. തെരഞ്ഞെടുപ്പിന്റെ ഫലം അട്ടിമറിക്കാൻ പല രീതിയിലുള്ള സൂത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വോട്ട് വാങ്ങിക്കൊണ്ട. BJP ജയിച്ചേക്കും, അതുകൊണ്ട് വോട്ട് എനിക്ക് കുത്തിക്കുമെന്നായിരുന്നു UDFന്റെ പ്രധാനപ്പെട്ട പ്രചരണം. എപ്പം
ഇലക്ഷന്റെ തൊട്ട് മുമ്പ്. അങ്ങനെ കഴിഞ്ഞ് അവിടെ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടാനുള്ളൊരു സൂത്രം തുടർന്ന് വരുമ്പോഴാണ് ഞങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് ശശി തരൂരിന് എന്നോടുള്ള ഏറ്റവും വലിയ വിരോധം. ഇപ്പോൾ അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, ഞാനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള മത്സരത്തിന് ഇയാൾക്കെന്താ കാര്യം? ജനാധിപത്യത്തിന്റെ ബാലപാഠം അറിയുന്ന ഒരാൾ പറയുന്ന വാക്കല്ലത്. ബാലപാഠം അറിയുന്ന ആള്, ലോകത്തോളം അറിവുള്ള ഒരാള്, ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ആള്, വലിയ ബുദ്ധിമാൻ എന്നൊക്കെ പറയുന്ന ആള്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനമൊന്നും കുറവേയില്ല. പക്ഷെ അദ്ദേഹം കൊച്ചുകുട്ടികൾ പറയാത്ത ഇത്രയും മോശമായൊരു പ്രതികരണം, രാഷ്ട്രീയത്തിൽ ആ പ്രതികരണം ഒരിക്കലും ആർക്ക് യോജിച്ചതല്ല. ഞാൻ അന്നേ പറഞ്ഞു, അതിൽ ആരെങ്കിലും അഹങ്കാരത്തിന്റെ ശബ്ദം ആർക്കെങ്കിലും തോന്നിയെങ്കിൽ കുറ്റം പറയരുത്. അഹങ്കാരമല്ല അത് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണത്. കാരണം നമ്മൾ തീരുമാനിക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥികൾ പലതും മാറി ഉണ്ടാവും. ആ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. ബാക്കിയുള്ള ആളുകൾ തോക്കൂലേ? ഇയാൾ ആര് എന്ന് ചോദിക്കുന്നതിന് അർത്ഥം എന്താ? ഇപ്പോഴും സംഭവം മനസ്സിലായി. അയാളെ തുടർന്ന് ഇപ്പൊ പറയാന്ന്, പന്നിയൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ്. ശശി തരൂർ എന്ന് പറയുന്ന ആൾക്ക് എന്നെപ്പറ്റി അറിയില്ലായിരിക്കും. ഞാൻ 2005 ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹത്തിന് മുമ്പേ പാർലമെന്റിലെത്തിയ ആളാ. അദ്ദേഹത്തിന് മുമ്പേ പാർലമെന്റിൽ ചെല്ലുകയും ആദ്യമായി പാർലമെന്റിൽ ചോദ്യത്തിൽ കൂടി 2000 കോടി നമ്മളെ സെക്കൻഡ് ടെർമിനലിന് വേണ്ടി വാങ്ങിയ ആളാ ഞാൻ. അന്ന് വന്ന പത്രവാർത്തയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ഇയാൾക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? ധൈര്യം വന്ന് എങ്ങനെയാ ജയിക്കുന്നു പറയാൻ? അങ്ങനെ ഒരാള്, ഞാനാണ് എല്ലാത്തിലും കേമൻ, എന്നെ തോൽപ്പിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അത് പച്ച മലയാളത്തിൽ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാ, ജനങ്ങളോടുള്ള വെല്ലുവിളിയാ. എനിക്കത് വലിയ വിഷയമല്ല. എന്നെ അറിയേണ്ട ആൾ എന്നെ അറിയും. എന്നെ അറിയേണ്ട ആൾ എന്നെ നല്ലോണം അറിയും. അദ്ദേഹത്തെ അറിയേണ്ട ആളും നല്ലോണം അറിയും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, 3 സ്ഥാനാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ നല്ലത്. ആരോപണം ഉന്നയിച്ചാൽ പിന്നെ പറയേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും വഴി നടക്കാൻ കഴിയില്ല. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് പറയണ്ട എന്ന് തീരുമാനിച്ചതാ. ഞാൻ ഒരു നീതിബോധം നിലനിൽക്കുന്നതുകൊണ്ട് ഞാനത് പറയില്ലെന്ന് തീരുമാനിച്ചതാ. ഇനിയും പറയുന്നില്ല, അതല്ല വിഷയം. പക്ഷെ ആ പറയുന്നത് ഒരു സാധാരണ കാര്യമാണത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളെക്കുറിച്ച് ഇയാൾക്ക് എങ്ങനെ ജയിക്കുമെന്ന് പറയാൻ ധൈര്യം വന്നു? എന്താണിത്? ഒരു സ്വകാര്യ സ്വത്താണോ ഇത്? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞല്ലോ, വോട്ടിന്റെ കണക്കൊക്കെ പറഞ്ഞല്ലോ. ആ പറഞ്ഞതൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് വലിയ ദുഃഖം തോന്നിയൊരു കാര്യം നിങ്ങളോട് പറയണം തോന്നി. തിരുവനന്തപുരത്തെ പത്രമാധ്യമ സുഹൃത്തുക്കളും ഞാനുമായി നല്ല ബന്ധമാണ്. ഇപ്പോഴും അങ്ങനെ നല്ല ബന്ധമാണ്. എന്നാൽ നിർഭാഗ്യത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ തിരുവനന്തപുരത്ത് കണ്ട പ്രതിഭാസം നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തന രംഗത്തിന് അതൊരു പാട് തന്നെയാണ്, മാറാത്ത പാടാ. കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഒരു 2 ആഴ്ച കാലത്തേക്ക്, 2 ആഴ്ചയല്ല, ഒരു 10 ദിവസക്കാലത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളിവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് വരെയുള്ള കാലത്ത് പത്രങ്ങളെല്ലാം ഏതാണ്ട് കൊടുത്തിരുന്നു. അത് വാർത്തകൾ കൊടുക്കുന്ന ഏതാണ്ടെല്ലാം കൊടുത്തിരുന്നു. അദ്ദേഹം വന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ പത്രങ്ങൾ മുഴുവൻ അങ്ങോട്ടാ. പണത്തിന്റെ ചാക്ക് കണ്ടാൽ മയങ്ങുന്നതാണോ നമ്മുടെ പത്രപ്രവർത്തനത്തിന്റെ ഈ തലസ്ഥാനത്തിന്റെ പാരമ്പര്യം? ആണോ? സ്വദേശാഭിമാനിയുടെ പാരമ്പര്യമില്ലേ? എത്ര പ്രധാനപ്പെട്ട പത്രപ്രവർത്തകർ വന്ന നാടായി നാട്. ആ നാട്ടിൽ
പത്രപ്രവർത്തനത്തിന്റെ ഒരു സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു സാമ്പിൾ പറയാം. ഒരു മീഡിയ, എല്ലാ മീഡിയനെ കുറിച്ചും ഞാൻ പറയുന്നില്ല, ഓരോ മീഡിയ ഉണ്ട്, അതെങ്ങനെ മീഡിയകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം വേറെ. ഒരു മീഡിയ, ഒരു ചർച്ച, രസകരമായ ചർച്ച നിങ്ങൾ കേൾക്കണം. ചർച്ചയിൽ ആങ്കർ ചോദിക്കുന്ന മുഴുവൻ ചോദ്യം ഒരാളോട്, ഒരു പ്രധാനപ്പെട്ട ബുദ്ധിജീവിയോട്, 2 ബുദ്ധിജീവി 3 ബുദ്ധിജീവികളുണ്ട്, ഒരാൾ ചോദിക്കുകയാണ്, ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളെ പ്രാഗൽഭ്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയോ? അപ്പൊ അദ്ദേഹത്തിന് വിശദീകരണം, അദ്ദേഹം ബിസിനസ്സുകാരനാണ്, അതാണ് ഇതാണ്, അയാള് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാള് എല്ലാം വിശദീകരിച്ച്, അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിച്ച് പിന്നെ ശശിധരനോട് വിശദീകരിച്ച് 1/2 മണിക്കൂർ നേരം ചർച്ച നടത്തിയ ആങ്കർ ഇവിടെ ഇടതുപക്ഷത്തിനൊരു സ്ഥാനാർത്ഥിയാണെന്നൊരു വാക്ക് പറയാൻ മെനക്കെട്ടില്ലല്ലോ. എന്താ അതിന്റെ അർത്ഥം? ആങ്കർ ഇവിടെ ഒരു LDF സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്നെ ഇരിക്കട്ടെ, അത് ചിലപ്പം ഈ പത്രക്കാർക്കും മാധ്യമക്കാർക്കും എന്റെ കയ്യിൽ കാശില്ലല്ലോ, കാശ് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, അപ്പൊ കാശുള്ള ആളല്ലേ ആവശ്യം, അങ്ങനെ തോന്നിയോ? വളരെ ദുഃഖകരമായൊരു കാര്യം എനിക്ക് തോന്നിയ. പത്രപ്രവർത്തന രംഗത്ത് ഇതൊരു കളങ്കമാണ്. തലസ്ഥാനത്തെ പത്രപ്രവർത്തകരെ കുറിച്ച് അഭിമാനത്തോടെ ഞാൻ ഡൽഹിയിൽ വെച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ തലസ്ഥാനത്തെ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വലിയ പാരമ്പര്യമുള്ള ആളുകളാണ്, അവരെ നീതിബോധമുള്ള ആളുകളാണ്, സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നവരാണ്, തന്റേടമുള്ളവരാണ്. ഈ നാട്ടിൽ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പിൻഗാമികളായ പത്രങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടെന്ന. എന്നാൽ ദുഃഖം പറയട്ടെ, അങ്ങനെ നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധമുള്ള പത്രം പോലും ആ വഴിയിൽ പോയാലോ? അതൊരു രസകരമായ കാര്യം. അതിൽ എന്നിട്ട് പറഞ്ഞു പറയാ, ഒരാൾ പറയാ, അല്ല പന്നിയൻ രവീന്ദ്രൻ എന്ന് പറയുന്ന അയാള് ഇവിടെ എന്തിനാ മത്സരിക്കുന്ന അയാള്? പിന്നെ ഒരാൾക്ക് ഞാൻ മത്സരിച്ച കാര്യം അറിയില്ല, ഒരു ബുദ്ധിജീവിക്ക് ഞാൻ 2005 മത്സരിച്ചെന്നുള്ള കാര്യം അറിയില്ല. ആ കേസറ്റ് ഒന്ന് നിങ്ങൾ ദയവേത് കേട്ടു നോക്കണം. എന്റെ അടുത്തുണ്ട്, ഇപ്പൊ കേൾക്കാൻ നേരം നിങ്ങൾക്ക് കാണൂല, കേട്ടു നോക്കണം. ഇങ്ങനൊരു ഭക്ഷണൻ ഒരു ഇന്റർവ്യൂ, അതും വന്നതൊരു പ്രധാനപ്പെട്ട മാധ്യമത്തിലാണ്, ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള ഒരു പ്രിന്റ് മീഡിയയുടെ ഒരു ചാനലിലായി ഈ വന്നത്. എത്ര ദുഃഖകരമായൊരു കാര്യം തോന്നി. എനിക്ക് ദുഃഖമുണ്ടായി. കാരണം എന്താ? കയ്യൂർ സമരത്തെക്കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പത്രമാണ് ആ പത്രം, ഒരു പാരമ്പര്യമുള്ള പത്ര. ആ പത്രത്തിന് ചാനലിലാണ് ഇത് വന്നത്. ഇതൊന്നല്ല, മിക്കവാറും പത്രങ്ങളെല്ലാം തമസ്കരിക്കുകയായിരുന്നു. LDF സ്ഥാനാർത്ഥിയാണെന്ന കാര്യം തമസ്കരിക്കുകയായിരുന്നു. ഒരു കാര്യം ഞാൻ സുഹൃത്തുക്കളെ ചോദിക്കട്ടെ, എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം തിരുവനന്തപുരം ജില്ലയിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ 6 അസംബ്ലി മണ്ഡലത്തിൽ MLA-മാരുള്ള പ്രസ്ഥാനമല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന പ്രസ്ഥാനമല്ലേ? അടുത്ത നാള് നടന്ന ഇവിടെ തെരഞ്ഞെടുപ്പിൽ BJP-യെ തോൽപ്പിച്ച് വിജയം നേടിയ പ്രസ്ഥാനമല്ലേ? ആ പ്രസ്ഥാനത്തെ എങ്ങനെ നിങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റി? എങ്ങനെയാ വാർത്ത കൊടുക്കാതെ തമസ്കരിച്ചു? അതിനെക്കുറിച്ച് എനിക്ക് വലിയ വേദന തോന്നി. എനിക്കല്ല വ്യക്തിപരമായി എനിക്കൊന്നുമില്ല അതിൽ. പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തോടുള്ള വെല്ലുവിളിയാത്, ഇടതുപക്ഷ പ്രസ്ഥാനത്തോടെ ഉള്ള വെല്ലുവിളിയാണത്. കുറച്ച് പണവും ആധികാരികത്വവും പിന്നെ കേന്ദ്രത്തിൽ ഭരണ സ്വാധീനമുണ്ടെങ്കിൽ ഇവിടെ എന്തും ചെയ്യാം എന്ന് പത്രത്തിൽപ്പെട്ട ആളുകൾക്ക് തോന്നുന്നു എന്ന് വന്നാൽ നമ്മുടെ നാടിന്റെ ഒരു അപജയമാണ് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യം, ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്നലെ നമ്മളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങള് ആ വന്നിരിക്കുന്ന ജനങ്ങളില്ലേ, ആ ജനങ്ങളിൽ 2 വിഭാഗത്തിൽ വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ നമ്മളാ, ജനങ്ങളെ കൂട്ടത്തിൽ. ഇവിടെ ആ പേരൂർ കട. എന്നാൽ നിർഭാഗ്യത്തിന് ഒരു പത്രത്തിന്റെ അകത്ത് 3 ഫോട്ടോ കൊടുത്ത്, ഒന്ന് LDF എന്ന് പറയുന്നുണ്ട്, കുറെ ആളുകളെ ഇതാക്കി കാണുന്നുണ്ട്, 2 കെയിന്റെ ഫോട്ടോ കൊടുത്ത്. കാരണം അതിന്റെ മേലെയാണ് ആളുള്ളത്, നമ്മൾ ആളൊന്നുമില്ലല്ലോ. ആ കെയിന്റെ ഫോട്ടോ കൊടുത്ത് മറ്റേതിന് ഇടതുപക്ഷ മുന്നണിയുടെ പിന്നെ പ്രകടനം എന്ന് പറഞ്ഞു കൊടുത്തു. ആര്? പ്രധാനപ്പെട്ട പത്ര, മോശമല്ല, നവോത്ഥാന പ്രസ്ഥാനത്തിന് ബന്ധമുള്ള പത്രം അത് കൊടുത്ത്. ഈ പത്രങ്ങളെല്ലാം ഇന്ന് നോക്ക്, 5 പത്രങ്ങളെ മുൻനിരയിൽ ഒരൊറ്റൊരു വാർത്തയും LDF-നെ കുറിച്ചില്ല. എന്ത് അങ്ങനെ വരുന്നത്? എന്താ അങ്ങനെ വരാൻ കാരണം? പണവും സ്വാധീനമുണ്ടെങ്കിൽ പത്രങ്ങളെ വിലക്കെടുക്കാൻ കഴിയുമെന്ന് തിരുവനന്തപുരത്തെ പത്രത്തിലെ ആളുകൾ വിലക്കെടുത്തുകൊണ്ടാണോ?
അപമാനമാണ്. എനിക്ക് മനസ്സിൽ ദുഃഖമുണ്ട്. ആ ദുഃഖം അറിയിക്കാനാ പ്രധാനമായും നമ്മളിവിടെ നിൽക്കുന്നത്. ആ ദുഃഖം അറിയിക്കാൻ. അത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചത്. എനിക്ക് വലിയ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇപ്പൊ ചില ആള് പറഞ്ഞു, അയാള് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് കേട്ടാൽ എന്താണ്? ഒരു ചാനൽ ഞാൻ കേട്ടു, എന്തൊരു ഇംഗ്ലീഷാ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ. പിന്നെ അദ്ദേഹത്തിന് അപാരമായ പാണ്ഡിത്യമുണ്ട് ഇംഗ്ലീഷിൽ. ഇന്ത്യൻ പാർലമെന്റിൽ മലയാളത്തിൽ പോയി മനോഹരമായ പ്രസംഗിച്ച ആളാ ഞാൻ. കയ്യടി വാങ്ങിച്ച ആളാ. ഇംഗ്ലീഷിൽ തൽക്കാലം ചോദ്യം ചോദിക്കാനൊക്കെ എനിക്കറിയാം. എനിക്ക് തൽക്കാലം ചോദ്യം ചോദിക്കാനൊക്കെ എനിക്കറിയാം. കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം. ഇന്ത്യൻ പാർലമെന്റിലുള്ള സകല ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാ. അതൊക്കെ അറിയാവുന്നതാ. പിന്നെ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊണ്ടുപോയി യാതൊരായി കൊടുക്കണമെന്നാ ആണോ? ഇത് വളരെ മോശമായ കാര്യമാണ്. ജനങ്ങളോടുള്ള വെല്ലുവിളിയായത്. ഈ നാട്ടിലൊരു സാധാരണക്കാരൻ, ഒരു വോട്ടവകാശമുള്ള ഒരു പൗരന് ഈ നാട്ടിൽ ജനാധിപത്യത്തിൽ മത്സരിക്കാനുള്ള അവകാശമുള്ളപ്പോൾ ആ അവകാശത്തെ പോലും കൊണ്ടുപോയി അവഹേളിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നത്. എന്നെ അവഹേളിച്ചോ? അതിലേക്ക് വിഷമൂല സുഹൃത്തുക്കളെ. കാരണം എനിക്ക് അവഹേളനം ഒരു പ്രശ്നമല്ല. നിങ്ങൾ എത്ര അവഹേളിച്ചാലും ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗം. എനിക്ക് ഏറ്റവും വലിയ ധൈര്യം എന്താ? എന്റെ പ്രസ്ഥാനത്തിന് കൂടെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടിയുള്ള ജനകൂടികൾ തന്നെയാണ്. അവര് നമ്മളെ തള്ളൂല. കാരണം എന്താ? ഇതുവരെ ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ പറ്റി പറയും പോലെ എന്നെക്കുറിച്ച് ആർക്കെങ്കിലും ഒരാള് കൈക്കൂലി വാങ്ങിയെന്നോ അനധികൃതമായി ചെയ്തെന്നോ ആർക്കും പറയാൻ കഴിയില്ലല്ലോ. വേറെയുള്ള കേസും പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ എന്നെപ്പോലുള്ള ഒരാൾ, ഒരു സാധാരണ തൊഴിലാളി ആയി വന്ന ഒരാള് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരധിക പറ്റാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്കോളർഷിപ്പ് ഉള്ള ആളായിരിക്കണം, ഇന്ന് വിദേശത്ത് പഠനമുള്ള ആളായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് വിവരമുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പത്രക്കാരനെ, പത്രപ്രമാണിമാരെന്നെ ആലോചിച്ച് നോക്കൂ. അത് ശരിയാണോ? അതാണ് ഇപ്പൊ വരുന്നൊരു പ്രചരണം. ഇത് ഈ നിങ്ങൾ പറയും പോലെ ഭാഷയിൽ ജ്ഞാനമില്ലാത്ത ഒരാള് എന്തായാലും പാർലമെന്റിൽ പോയിട്ട് ഈ തിരുവനന്തപുരത്ത് 40 മാസം കൊണ്ട് തിരുവനന്തപുരത്ത് കാണുന്നത് ഈ വലിയ 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 നേട്ടങ്ങൾ ഉണ്ടാക്കിയല്ലോ. മുൻപേരിൽ ഇടതുപക്ഷം ഇല്ല, അറിയുന്നില്ല എന്ന് ഭാവിച്ച പത്രക്കാരില്ലേ, ആ പത്രക്കാരുടെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവന്റെ അവിടെ റോഡ് ഉണ്ടാക്കാൻ 10 കോടി രൂപ ഞാൻ കൊണ്ടുവന്നല്ലോ. എങ്ങനെയാ കൊണ്ടുവന്നത്? ഞാനെടുത്ത് മോഷ്ടിച്ചു കൊണ്ടതാണോ? ഒരു പാർലമെന്റ് മെമ്പർക്ക് അവിടെ ചെന്നാൽ ഏതെല്ലാം സ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട കാശ് കിട്ടുന്ന ഗൃഹപാഠം നടത്തിയിട്ട് അതനുസരിച്ച് കാശ് വാങ്ങി നീട്ടിയെടുത്തിട്ട് കൊണ്ടതാ. അത് മറന്നു പോരുത്. അപ്പൊ അപമാനിക്കാം, നിങ്ങൾക്ക് അപമാനിക്കാം. പക്ഷേ അപമാനിച്ചുകൊണ്ട് എന്നെ അവമാനിക്കാൻ ഞാൻ ധരിക്കുന്നില്ല. എന്നെ അവമാനിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ ഇല്ലാതായിപ്പോ നിങ്ങൾ ധരിക്കണ്ട. എന്നെ അവമാനിച്ചാൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടാവും, ഞാനും ഉണ്ടാവും. ഏത് അപമാനമായാലും ഒരു നീതിബോധത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, നീതിബോധത്തിൽ ഞാൻ നിലയുറപ്പിച്ചുകൊണ്ട് അതിനെല്ലാം തന്നെ സഹനശക്തി കൊണ്ട് ഞാൻ സഹിച്ച് നേരിടാം. വേറെ ഞാൻ അതിനൊന്നും പ്രതികരിച്ചൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ആരോടും ഒരു വഴക്കിനും വക്കാളത്തിനും പോകുന്ന ആളല്ല. പക്ഷെ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായത് നിങ്ങളെ മുമ്പിൽ പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക, ആ നിൽക്കുന്ന കാര്യം അറിഞ്ഞേ ഇല്ല നമ്മളെ പത്രക്കാരെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരാളും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് വളരെ മോശമായൊരു കാര്യമാണ്. അതിപ്പോ പറഞ്ഞില്ലെങ്കിൽ മറ്റൊരു സമയത്ത് പറയാൻ നേരമില്ല. ഉണ്ടാ ഇപ്പൊ അത് പറയണം തോന്നി. അതുകൊണ്ട് നമ്മളെ പിന്നെ മന്ത്രി ശിവൻകുട്ടി സഖാവ് വിജയകുമാർ നമ്മളെ ചെയർമാനാണ്. സഖാവ് അനിലും പിന്നെ മാങ്കൂട് രാധാകൃഷ്ണനുമുള്ള കൂട്ടത്തിൽ ഇതൊന്ന് പറയണം. അത് പറയാതിരുന്നാൽ അത് എന്റെ മനസ്സിൽ നിന്ന് ഒരു മായാത്തൊരു പാടായിരിക്കും. ആ പാട് മാറ്റാൻ വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളിത് ചെയ്തു എന്നല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായി. ഞാൻ പത്രപ്രവർത്തകന്മാരെ അങ്ങനെ പറയുന്നില്ല, പ്രേരണയനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥരായി. അത് അപകടകരമാണ് ജനാധിപത്യത്തിനെന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മളെ ജനാധിപത്യത്തെ ഈ നിലയിൽ പോയാൽ, കേരളത്തിന്റെ തലസ്ഥാനത്ത് ഈ ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാനുള്ള ശ്രമം നടന്നാൽ, ഇത് നടക്കുന്ന പണാധിപത്യം കൊണ്ട് വോട്ട് പിടിക്കുക മാത്രമല്ല, പണം കൊണ്ട് വാർത്തകൾ തമസ്കരിച്ച് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാക്കി ജയിച്ചു കളയാം എന്ന മോഹം തലസ്ഥാനത്ത് തുടങ്ങിയാൽ
എന്തായിരിക്കും നമ്മളെ കേരളത്തിന്റെ സ്ഥിതി? കേരളം നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി ബാലറ്റ് പെട്ടിയിൽ കൂടി കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നൊരു നാടായി കേരളം. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രപഠിത നാടായി കേരളം. നമുക്കൊരുപാട് പാരമ്പര്യമുള്ള നാടാ. അതുകൊണ്ട് ആ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. പത്രക്കാരോട് എനിക്കൊരു ദുഃഖമൊന്നുമില്ല. നിങ്ങൾ ചെയ്തോളൂ. ഞാൻ ഈ പണം വാങ്ങി പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാവരും പൈസ വാങ്ങിക്കോ, പാവപ്പെട്ടവല്ല പണം പൈസ വാങ്ങിക്കോ, പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് ചെയ്താൽ മതി. ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ മുറി പോരാതെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ പെരുങ്കടന കഴിയുന്ന ഞാൻ കാശ് വാങ്ങുന്നത്, പക്ഷെ ഇത് ഇടതുപക്ഷ മുന്നണിക്ക് ഞാൻ വോട്ട് ചെയ്യും എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ട് നിങ്ങൾ വന്ന് വാങ്ങിക്കോ. അതിനൊന്നും തെറ്റില്ല. അതുകൊണ്ട് പത്രക്കാരോടും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മേലെ നിന്നുള്ള നിർദ്ദേശമാണെങ്കിൽ നിങ്ങൾ അതെങ്കിലും പറഞ്ഞുകൊണ്ട് നടപ്പിലായിക്കോ. പക്ഷെ ചെയ്തത് അനീതിയായിരുന്നു, അധാർമികതയായിരുന്നു, പത്രധർമ്മത്തിന് നിരക്കാത്തതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ ആവർത്തിക്കാതിരിക്കെങ്കിലും ചെയ്യണം എന്ന ഒരപേക്ഷയോടുകൂടി ഞാൻ നിർത്തട്ടെ. എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എന്ത് വാർത്ത ഉണ്ടാക്കിയാലും പ്രശ്നമില്ല. പിന്നെ ചില ആളുകൾക്ക് 69 പേജുള്ള ഒരു ഇത് എന്താ പ്രവർത്തന റിപ്പോർട്ട് 69 പേജുണ്ട്. ആർക്കും എഴുതാനല്ലോ ഇത് ആർക്കും എഴുതാം. എന്താ കാരോട് ബൈപ്പാസ് പോയി റോഡ് ഞാനാ കൊണ്ടുവന്നെന്ന് പറഞ്ഞ എന്താ ചെയ്യുക? അത് തന്നെ 8-9 ഭാഷയല്ലേ, അത് തന്നെയാണ് കാരോട് ബൈപ്പാസ് റോഡ്. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ധാർമ്മികത കാണിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജനങ്ങളിൽ. തൊഴിലാളികൾ പൂർണ്ണ വിശ്വാസമുണ്ട്, സാധാരണക്കാരിൽ വിശ്വാസമുണ്ട്. ഈ നാട്ടിലെ തൊഴിലാളികളും സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരുമെല്ലാം നമ്മളോട് സ്നേഹമുള്ളവരാണ്. അവരെ പിൻബലം നമുക്കുണ്ടെന്നുള്ള വലിയ ശക്തി നമ്മളെ ഊർജ്ജസ്വലരാക്കുന്നുണ്ടെന്നൊക്കെ കൂടി പറയട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾക്ക് ഇനി വല്ല സംശയങ്ങളെ ചോദിക്കാം. പന്ന്യൻ വളരെ വികാരത്തോടുകൂടി തലസ്ഥാന നഗരിയിലെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും സഖാവ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എം വിജയകുമാർ പറഞ്ഞതുപോലെ ഉള്ള റിപ്പോർട്ടെല്ലാം പരിശോധിക്കുമ്പോൾ ഇന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുന്ന അവസരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ പന്ന്യന്റെ വീതിന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 7 മണ്ഡലത്തിന്റെയും കൂടെ സ്ഥിതിയും അസംബ്ലി മണ്ഡലത്തിന്റെ കിട്ടിയ വോട്ടെല്ലാം കൂടെ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി പന്ന്യന്റെ വീതിന് ജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 15 വർഷക്കാലം ഒരു പേപ്പർ പോലും ഈ തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും മന്ത്രിമാർക്കോ സഹമന്ത്രിമാർക്കോ ഗവൺമെന്റ് സെക്രട്ടറിമാർക്കോ കൊടുക്കുന്നതിന് വേണ്ടി കഴിയാത്ത ശശി തരൂരിനാണ് യഥാർത്ഥത്തിൽ മത്സരിക്കാനുള്ള അവകാശം ഇല്ലാത്തത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരാണ്, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, ഞങ്ങളെല്ലാം നിങ്ങളെ ഫോൺ ചെയ്യാറുണ്ട്, നിങ്ങൾ ഞങ്ങളെ വിളിക്കാറുണ്ട്, പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്. ഇന്ന് വരെ 15 വർഷത്തിനിടയിൽ ഈ തിരുവനന്തപുരം പാർലമെന്റിലെ ഒരു വോട്ടർക്ക് മരിച്ചവർക്കും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്കും ഈ ശശി തരൂരിനെ ടെലിഫോണിലൂടെ ബന്ധപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. നേരിൽ കാണാൻ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല.
ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ല. ഒരു ഉദ്യോഗസ്ഥനായി വിരമിച്ചു വന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനായി വിരമിച്ചു വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ എല്ലാ കുറവുകളും ഇതിൽ കാണുന്നുണ്ട്. ജനങ്ങളെന്ന് പറഞ്ഞാൽ പുച്ഛമാണ്. പാവപ്പെട്ടവനെന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങ് അറ്റത്തെ പുച്ഛമാണ്. 7 സ്റ്റാർ ഹോട്ടലും മുന്തിയ ഫ്ലൈറ്റിലെ മുന്തിയ ക്ലാസും അതിനെ സംബന്ധിച്ചിടത്തോളം മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരു ദിവസം പോലും ജനങ്ങൾക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം പോലും വിളിച്ച പാരമ്പര്യമുള്ള ആളല്ല പന്ന്യൻ രവീന്ദ്രൻ. ഞാൻ പന്ന്യൻ രവീന്ദ്രൻ മുദ്രാവാക്യം വിളിച്ച ആളാണ്. ധാരാളം മുദ്രാവാക്യം വിളിച്ചിട്ട് വന്ന ആളാണ്. ശശി തരൂര് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ പാവപ്പെട്ടവരും സാധാരണക്കാരനും വേണ്ടി ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന് കാണിക്കാൻ ഞാൻ 2.25 വർഷക്കാലമായി മന്ത്രിയായിട്ട്, ഞാനും ശ്രീ അനിലും ഒക്കെ തന്നെ 2.25 വർഷക്കാലം മന്ത്രിയായിട്ട് ഒരു പരിപാടിക്കെങ്കിലും ഞാൻ ഈ സംസ്ഥാനത്താകെ 200ഓളം വരുന്ന സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരു പരിപാടിക്കെങ്കിലും വന്ന് തല കാണിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. പിന്നെ എന്തിന് ഇതിനെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറാകുന്നു? ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരു 5 പ്രാവശ്യം വന്നു കാണും. ഇതാണ് ചില മാധ്യമങ്ങൾ എടുത്ത് വാനോളം പോർത്തി കൊണ്ടുപോയിട്ടുള്ളത്. പന്ന്യൻ രവീന്ദ്രൻ വിദ്യാർത്ഥി ജീവിതം മുതൽ മുദ്രാവാക്യം വിളിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരു ആക്ഷേപത്തിനും വിധേയനാവാതെ വളർന്നു വന്ന തൊഴിലാളി വർഗത്തിന്റെ മതേതര പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം പാർലമെന്റിലെ ജനങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങനെയുള്ള ഒരു പന്ന്യൻ രവീന്ദ്രൻ എന്തിന് മത്സരിക്കുന്നു എന്ന് ചോദിക്കാൻ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയ അധികാരം? ഇയാൾ ആരാ അങ്ങനെ ചോദിക്കുന്നതിന് വേണ്ടി? ഈ ശശി തരൂർ എന്ന് പറയാം. എന്നിട്ട് ഞങ്ങളുടെ പടം ഒരു ന്യായം വേണ്ടേ? ഒരു പത്രം 3 സ്ഥാനാർത്ഥികൾ തുല്യമായി ഇവിടെ മത്സരിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ കലാശക്കൊട്ട് ഇവിടെ നടക്കുന്നു. 3 പേരെ പണം കൊടുക്കുക എന്നല്ലേ അതിന്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ? പന്ന്യൻ രവീന്ദ്രന്റെ പടം മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റ് 2 പേരുടെയും പണം കൊടുത്തു. എന്ത് ന്യായമാണ് ആ മാധ്യമത്തിന് പറയാൻ വേണ്ടിയുള്ളത്? തെറ്റായിപ്പോയി ആ മാധ്യമം ചെയ്തെന്നുള്ളവരെ ആ മാധ്യമത്തിന്റെ ജില്ലാ ബ്യൂറോ ചീഫിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഞങ്ങളല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളിനോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. തിരുവനന്തപുരം പാർലമെന്റിൽ സഖാ പന്ന്യൻ രവീന്ദ്രൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കാര്യമാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും തന്നെ സൂചിപ്പിച്ചത്. അവരൊന്നും പറയുന്നില്ല. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാന്നുള്ളതിന് അതാ എന്ത് അതെ, സംശയമുണ്ടോ? ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം ലോക്കൽ ബോഡീസും ഭരണം ഇടതുപക്ഷമാണ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും വലിയ ഭൂരിപക്ഷത്തോടുകൂടി LDF ഭരിക്കുകയാണ്. അതെ, ബ്ലോക്ക് പഞ്ചായത്തുകൾ LDF ഭരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുന്നു. 7-ൽ 6 MLA-മാര് തിരുവനന്തപുരത്ത് LDF ആണ്. ഏറ്റവും അവസാനത്തെ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ അതാണ് നിങ്ങൾ അറിയേണ്ടുന്നത്. എന്താണ് ജനങ്ങളുടെ ചിന്ത എന്ന് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് വേറെ ഒരു കബഡി വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. 2 ഉപതെരഞ്ഞെടുപ്പിലും BJPയുടെ കയ്യിൽ 15ഉം 25ഉം വർഷം കൈവശം വരുന്ന സീറ്റ്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ BJP നേതാക്കന്മാരും എല്ലാ വീട് കയറിയിട്ടും
ഗവൺമെന്റിനെതിരെ നടത്താവുന്ന എല്ലാ വിശദീകരണം നടത്തിയിട്ടും ആ പ്രദേശത്ത് ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുകയും കോൺഗ്രസിനെ 3ാം സ്ഥാനത്താക്കുകയും ചെയ്തു. ഞാനും നമ്മുടെ മന്ത്രിയും ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ ഇവിടെ മത്സരിക്കാൻ തരൂരടക്കം വന്നു നിന്ന് പ്രസംഗിച്ചത് കേട്ടവരാണ് ഞങ്ങൾ. എന്നിട്ടും കോൺഗ്രസിനെ 3ാം സ്ഥാനത്ത് വളരെ ദയനീയമായി പരാജയപ്പെടുത്തി ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്ന അവസ്ഥയിൽ ജനങ്ങൾ തീരുമാനിച്ചു. എന്നിട്ടും തിരുവനന്തപുരത്ത് ഇടതുപക്ഷം ഒലിച്ചുപോയി എന്ന് എഴുതാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് ഞങ്ങൾക്ക് അതിശയം. അതുകൊണ്ടാണ് ഇതൊരു ആസൂത്രിതമാണ്, ഇത് പണാധിപത്യത്തിന്റെ തരത്തിലേക്ക് നമ്മുടെ മാധ്യമരംഗം പോകുന്നതിലുള്ള ദുഃഖം ബഹുമാന്യനായ സ്ഥാനാർത്ഥി തന്നെ പ്രകടിപ്പിച്ചത്. മാധ്യമമാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത്, ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്. അവിടെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പൊതുപ്രവർത്തകൻ എല്ലാ തലങ്ങളിലും കൂടെയും പാർട്ടി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി 50-55 വർഷക്കാലം തലസ്ഥാനത്തും കേരളത്തിലും ജീവിതം മുഴുവൻ പ്രവർത്തിച്ച ഒരാളെ ഇത്ര വേഗത്തിൽ മറക്കാൻ, ആ പ്രസ്ഥാനത്തെ മറക്കാൻ, ഇടതുപക്ഷത്തിന് ഇവിടെ വോട്ടില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയുന്നു? ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഈ തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ജൂൺ മാസം 4 കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. വെല്ലുവിളിയായി പറയുകയാണ്, ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഐക്യം, ഈ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണെന്ന് തെളിയാൻ പോവുകയാണ്. ഇടതുപക്ഷ ഐക്യത്തെ ദുർബലമാക്കാനുള്ള ഒരുപാട് പ്രചരണങ്ങൾ, കുപ്രചരണങ്ങൾ അടിച്ചുവിടുന്നുണ്ട്. ആ കുപ്രചരണങ്ങളെല്ലാം ജനം തള്ളിക്കളയും. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇടതുപക്ഷത്തിന്റെ കൂടെയുണ്ട്. സാധാരണക്കാരും കൃഷിക്കാരും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് എന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. എല്ലാ പ്രചരണങ്ങളെയും കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ തെരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നേരിട്ട് കാണാം എന്ന വെല്ലുവിളിയോടുകൂടിയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ വ്യാജ പ്രചാരവേലകൾ ഇനിയും ഉണ്ടാകും. അതുകൂടെ ഞങ്ങൾ പറയുക, ഇനിയും സമയമുണ്ട്. വ്യാജ പ്രചാരവേലകൾ ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായി പരിപൂർണമായും UDFും BJPയും പരാജയപ്പെട്ടു കഴിഞ്ഞു, തോറ്റു കഴിഞ്ഞു. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ എന്നെ പറഞ്ഞില്ലേ ക്രോസ് വോട്ടിംഗ് നടക്കുമെന്ന്. അപ്പൊ അദ്ദേഹം പരാജയം മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്, പരാജയപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ വ്യാജ പ്രചാരവേലകൾ ഇപ്പൊ ഇന്നലെയൊക്കെ കേട്ടതെന്ന് വെച്ചാൽ CPM നേതാക്കൾ ഈ മണ്ഡലം ഉപേക്ഷിച്ചു. അതുവരെ പറയാൻ മടിയില്ലാതെ എന്തെല്ലാം തരത്തിൽ. കാരണം ഇങ്ങനെ അതാണൊരു പ്രവർത്തന ശൈലി എന്ന നിലയിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും അധപ്പതിച്ച ഒരു അവസ്ഥ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമാണ്. ഇത് നയിക്കുന്നത് തന്നെ CPM ആണ്. CPMന്റെ പ്രവർത്തകരും നേതാക്കളും എല്ലാം അവരാണല്ലോ പ്രധാനപ്പെട്ട പങ്കെടുക്കുന്നത്. ബാക്കി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് 5 MLAമാർ തന്നെ 5 പേരും മേയറും എല്ലാം ഈ ജനപ്രതിനിധികളാകെ പഞ്ചായത്തുകളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അവഹേളിക്കുന്ന രൂപത്തിൽ, അത് ജനങ്ങളെ അവഹേളിക്കുന്ന രൂപത്തിലാണെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതിനെയൊക്കെ ജനങ്ങൾ മറുപടി നൽകുന്നത് കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ്. 2005 പന്നിയൻ രവീന്ദ്രൻ ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായിരുന്നു ഞാൻ. അതുകൂടെ ഓർമ്മിപ്പിക്കാം. അന്നൊരു പത്രസമ്മേളനം നടത്തി, പോളിംഗിന്റെ തലേദിവസം. അപ്പൊ ഒരു സുഹൃത്ത് ചോദിച്ചു, പന്നിയൻ രവീന്ദ്രൻ ജയിക്കുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എത്ര വോട്ടിന് ജയിക്കും എന്ന് ഒരു തവണയല്ല വീണ്ടും ആവർത്തിച്ചു. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ആ കണക്ക് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പന്നിയൻ രവീന്ദ്രൻ ജയിക്കുക നല്ല ഭൂരിപക്ഷത്തിലാണ്, 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് പരസ്യമായി പറഞ്ഞു. അപ്പോ റിസൾട്ട് വന്നു. 75,000 എന്നല്ലേ പറഞ്ഞത്, 74,500 വോട്ടിനാണ് അന്ന് പന്നിയൻ ജയിച്ചത്. ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പന്നിയൻ രവീന്ദ്രൻ ജയിക്കും. കേരളത്തിൽ 20 പാർലമെന്റ് സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ആദ്യം പ്രഖ്യാപിക്കുന്ന സീറ്റുകൾ ഒന്നായിരിക്കും ട്രിവാൻഡ്രം പാർലമെന്റ്. സംശയമില്ല, നിങ്ങൾ മനസ്സിൽ കരുതിക്കോ. അതിനെ ആർക്കും നിഷേധിക്കാനാവില്ല. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എല്ലാ സഹകരണങ്ങൾക്കും പ്രത്യേകം നന്ദി കൂടി പറയുന്നു. എന്തെങ്കിലും കാര്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇനിയും ആകാം, അത്രയേ ഉള്ളൂ. ഇല്ല,
ഇവിടെ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ യുവ മാധ്യമ സുഹൃത്തുക്കളുടെ കാര്യമല്ല ഞങ്ങൾ. ഓരോ മാധ്യമത്തിന്റെ നിലപാട് പറഞ്ഞു മാത്രമേ. ഇപ്പൊ നിങ്ങളിലൂടെ ആ നിലപാട് അവരെ അറിയിക്കണം. അതിലെ മാർഗമുണ്ട്. ഞങ്ങൾക്ക് അത്ര വിഷമമുണ്ട്. അത്ര ചെയ്തതിൽ അത്ര വിഷമമുണ്ട്. ചെയ്യാൻ പാടില്ല. പന്നിയുടെ പാവമായതുകൊണ്ടാണ്. ജയിക്കാൻ പോകുന്ന